ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത 2-ാമത്തെ അധ്യായം സാഖ്യയോഗം 42-ാമത്തെ പദ്യമാണ് ചൊല്ലുന്നത്. 42, 43, 44 ഒരുമിച്ചാണ് ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലിയാൽ മാത്രമേ അർത്ഥം ഒരുമിച്ച് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. 42. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിഭശ്ചിത വേദവാദരഥാ പാർത്ഥ നാന്യദസ്തീതി വാദിന. പാമരൻ പലതായി ചൊല്ലും പൂ പോലൊട്ടേറെ വാക്കുകൾ വേദോക്തത്തിൻ മുഴുകിയോർ മറ്റെല്ലാം ഒഴിവാക്കിടും. 43. കാമാത്മന സ്വർഗപരാ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി. വീണ്ടും ജനിച്ചിടേണ്ടുന്ന സ്വർഗസ്ഥാനം കൊതിപ്പവർ നാനാകർമ്മങ്ങളെ ചെയ്തു ഭോഗൈശ്വര്യം കൊതിപ്പവർ. 44-ാമത്തെ ശ്ലോകം. ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യാവസായാത്മികാ ബുദ്ധി സമാധൗ ന വിധീയതേ. സുഖൈശ്വര്യപ്രസക്തന്മാർ സുഖാമഗ്നമനസ്കരായി എന്നല്ല, സുഖാമഗ്നമനസ്കരായി സമാധിയിൽ ഉറപ്പിക്കുക വ്യാവസായിക ബുദ്ധി. 3 ശ്ലോകങ്ങളും ഒരുമിച്ചാണ് ചൊല്ലിയിരിക്കുന്നത്. മലയാളം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ ഏതായാലും അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവനും മലയാളം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ വളരെ ലളിതമായ രീതിയിലുള്ള പദ്യങ്ങളാക്കിയിട്ട് എഴുതി വെച്ചുകൊണ്ട് നമുക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ ഏകദേശം അർത്ഥം മനസ്സിലാവും. പിന്നെ നമുക്കൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അർജുനനെ വിളിക്കുകയാണ്. പാർത്ഥ, വേദവാദരഥാഹ, വേദത്തിൻ്റെ അർത്ഥവാദത്തിൽ താല്പര്യരായിട്ടുള്ള ആൾക്കാർ, അന്യത് നാസ്തി, ഇതിന് മേലെ വേറൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരെ, ഇതി വാദിനഹ എന്ന് ചിന്തിക്കുന്നവരെ, കാമാത്മന സ്വർഗപര, അതായത് ഞങ്ങൾക്ക് ലക്ഷ്യം കർമ്മങ്ങളിൽ കൂടെ, തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ കൂടെ പരമമായിട്ടുള്ള ലക്ഷ്യത്തിലെത്താമെന്ന് വിശ്വസിക്കുന്നവർ, അവിപശ്ചിതഃ മൂഢന്മാർ, ഭോഗൈശ്വര്യഗതിം പ്രതി ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി തയാ അപഹൃതചേതസാം ഭോഗൈശ്വര്യപ്രസക്താനാം സമാധൗ വ്യവസായാത്മികാ ബുദ്ധി ന വിധീയതേ. ഭോഗൈശ്വര്യപ്രാപ്തിക്കായിട്ട് പുനർജന്മമാകുന്ന കർമ്മഫലത്തെ പറ്റിയിട്ട് നല്ല നല്ല വാക്കുകൾ കേട്ട് അതിൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ അത് പറയുന്ന ആൾക്കാർ, അതിൻ്റെ വർണ്ണനയിൽ വശീകരിക്കപ്പെട്ട ആൾക്കാർ, ഭോഗൈശ്വര്യങ്ങളിൽ അമിതമായി ആസക്തിയുള്ളവർ, ഇവർക്കൊന്നും സമാധിയിൽ, അതായത് അന്ധകരണത്തിൽ, മനസ്സിൽ നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി സംഭവിക്കുന്നില്ല. അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വേദങ്ങൾ മാത്രം പഠിച്ച് വേദകർമ്മങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് അനുഷ്ഠിക്കുക, അതായത് പൂജകൾ, വഴിപാടുകൾ, അങ്ങനെ വിഗ്രഹം ആരാധിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ അതിൽ കൂടെ ലക്ഷ്യപ്രാപ്തി നേടാം, സ്വർഗപ്രാപ്തി നേടാം. അതാണ് അവർ വിശ്വസിക്കുന്നത്. മറ്റൊന്നും തന്നെ ഇല്ല, ലോകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ വിഡ്ഢികളാന്ന്, അവരെ മൂഢന്മാരെന്നാണ് പറയുന്നത്. കാരണം അത് മാത്രമല്ലല്ലോ ലോകം. അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എല്ലാ തലങ്ങളും പഠിച്ച് അതിൽ നിന്ന് നല്ലത് മാത്രം എടുക്കണം എന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ അമിതമായ അന്ധവിശ്വാസം, അതായത് ഈ ഭക്തി നമ്മുടെ തലയിൽ കുറച്ചധികം കൂടിപ്പോയാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എല്ലാം നമ്മൾക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നും. രാവിലെ വിളക്ക് കൊളുത്തുമ്പോൾ അയ്യോ, 1 തിരി വേണോ 2 തിരി വേണോ, ഇത് ഊതിക്കെടുത്തണോ അതോ തനിയെ കെടുമോ, അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അമ്പലത്തിൽ പോയ എല്ലാ നടയിലും പ്രദക്ഷിണം ചെയ്യണം. ഇത് ഭഗവാന്
കൃഷ്ണന് എത്ര പ്രദക്ഷിണാണ്, സുബ്രഹ്മണ്യന് എത്ര പ്രദക്ഷിണാണ്, ആലിന് എത്ര പ്രദക്ഷിണം. അയ്യോ ഞാൻ അത്ര ചെയ്തില്ലല്ലോ, അപ്പോൾ എനിക്ക് പാപം കിട്ടും. എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ പേടി, അയ്യോ ഇന്നിപ്പോൾ രാഹുകാലമാണ്, ഗുളികകാലമാണ്, ഇറങ്ങാൻ പാടുമോ ഈ സമയത്ത്, അപ്പോൾ പേടി. അയ്യോ ഇന്ന് ഞാൻ രാവിലെ പ്രാർത്ഥിച്ചില്ലല്ലോ, അപ്പോൾ പേടി. ലളിതാ സഹസ്രനാമം ചൊല്ലി മുഴുമിപ്പിച്ചാലേ പറ്റുള്ളൂ, അല്ല അതിൻ്റെ ഇടയ്ക്ക് നിന്ന് എണീക്കേണ്ടി വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോ എനിക്ക്. പിന്നെ ഇനി കർക്കിടക മാസം വരാൻ പോവാണ്, അപ്പോൾ അതിനേക്കാൾ വിശേഷമാണ്. കാരണം എന്താണ്, കർക്കിടക മാസത്തിൽ രാമായണം വായിക്കണം, നിർബന്ധമായിട്ടും വായിക്കേണ്ടതാണ്. നമുക്ക് തത്വങ്ങൾ അറിയാനും ഒരു ഭക്തി, ഭഗവാനിലൊരു ഭക്തി, അതായത് അപ്പോഴെങ്കിലും വായിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കർക്കിടക മാസം എന്ന് എന്താ ഉള്ളത്, എപ്പോഴും വേണ്ടേ ഭഗവാനെ പറ്റിയിട്ടുള്ള ചിന്ത. അതല്ല കർക്കിടക മാസമാണ്, രാമായണം എന്തായാലും വായിക്കണം. ഈ വായിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് വാട്സാപ്പിൽ വന്നു കഴിയും, ഇന്ന ദിവസം എത്ര ചെല്ലണം, ഇന്ന ദിവസം എത്ര ചെല്ലണം, ഇവിടെ അവസാനിപ്പിക്കണം, ഇവിടെ തുടങ്ങണമെന്ന്. അതൊക്കെ സത്യമാണ്, അല്ല എന്ന് പറയുന്നില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറയാം കേട്ടോ. അത്ര വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലുള്ള എനിക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ വീട്ടിലുള്ള വേറെ ആരെങ്കിലും ഏൽപ്പിക്കുകയാണ്, ഇതൊന്ന് വായിച്ചു വെക്കണേ, ഇന്ന് ഇത്ര തീർക്കണം. എന്നിട്ടെന്താ കാര്യം, അങ്ങനെ തീർക്കുക എന്നുള്ളതാണ്. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ, ഇപ്പോൾ എനിക്കൊക്കെ ബുക്കിൽ 310 പേജാണ്, അപ്പോൾ സാധാരണ 31 ദിവസം കിട്ടും കർക്കിടകത്തിൽ. ഒരു ദിവസം 10 പേജ് വായിക്കുക, അങ്ങനെയല്ല, അങ്ങനെയും ചെയ്യാം. ഞാനങ്ങനെ ചെയ്യാറ്. പറ്റിയില്ലെങ്കിൽ വേണ്ട, പിറ്റേ ദിവസം ചിലപ്പോൾ അധികം വായിക്കും. എങ്ങനെയെങ്കിലും ഈ 30 ദിവസം കൊണ്ട് തീർക്കാൻ ഞാനും ശ്രമിക്കാറുണ്ട്. കാരണം നമ്മുടെയൊക്കെ തലയിൽ അതുണ്ട്, ഇത്ര ദിവസം കൊണ്ട് തീർക്കണമെന്ന്. അല്ല 2 ദിവസം അപ്പുറത്തേക്ക് കിടന്നാലും ഒന്നും സംഭവിക്കില്ല കേട്ടോ. എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. നമുക്കത് പറ്റുന്നത്ര അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. കഴിയുന്നതും ആ മാസത്തിലാണ് വായിക്കാറ് എന്നുള്ളത് കൊണ്ട്, പുണ്യമാസം ആയതുകൊണ്ട്, ആചരിക്കുന്നതുകൊണ്ട് നമ്മളിത് വായിച്ച് തീർക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അയ്യോ രാവണവധം ഇന്ന് തന്നെ വേണം, ബാലിവധം ഇന്ന് തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ ഗോവർദ്ധന പൂജ അല്ലെങ്കിൽ കാളിയമർദ്ദനം അത് ഇന്ന് തീർക്കണം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ തീർക്കണം എന്ന് പറഞ്ഞ ആചാര്യന്മാരൊക്കെ അയക്കുന്നുണ്ട്, പക്ഷെ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. എനിക്ക് പറ്റുന്നത്ര വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾക്കിങ്ങനെ കുറേ അധികമാകുമ്പോഴേ നമുക്ക് കുറച്ച് ഭ്രാന്ത് പോലെ വരും. കാരണം എന്നും നമ്മൾ രാവിലെയും വൈകുന്നേരവും സഹസ്രനാമം ചെല്ലുന്ന, വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ, ഒരു ദിവസം ബൈ ചാൻസ് നമുക്ക് പറ്റിയില്ലെങ്കിൽ അപ്പോൾ ആകെ ടെൻഷനായി. അശ്വ ഒന്നും ഞാൻ ചെല്ലിയിട്ടില്ലല്ലോ, ഇനി എന്തൊക്കെ ആപത്താണ് എനിക്ക് വരാൻ പോകണം, എന്തൊക്കെ ആപത്താണ് വരാൻ പോകണം. പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ലൗകിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾക്കവിടെ മക്കളുടെ കാര്യങ്ങൾ അല്ലേ, മക്കളുടെ കാര്യം, മകൻ്റെ കല്യാണം ശരിയാവണം, മകൾക്ക് കുട്ടി ഉണ്ടാവണം, അല്ലെങ്കിൽ എൻ്റെ ജോലി ശരിയാവണം, ഇന്നയാളുടെ അസുഖം മാറണം, എല്ലാം നമ്മളുടെ അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക, സ്വാർത്ഥ താല്പര്യത എന്ന് തന്നെ പറയാം. ഇതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അത് ചെയ്താൽ അവിടെ ഞാൻ വഴിപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ആ പൂജ ചെയ്തിട്ടുണ്ട്, ആ വഴിപാട് ചെയ്തിട്ടുണ്ട്, ഉറപ്പായിട്ടും എനിക്ക് എന്തായാലും കിട്ടും. എന്ത് പരീക്ഷയ്ക്ക് റിസൾട്ടേ പഠിച്ചിട്ട് എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷേ ഞാനവിടെ എല്ലാ അമ്പലത്തിലും പോയിട്ടുണ്ട്, എല്ലാ അമ്പലത്തിലും പൂജ ചെയ്തിട്ടുണ്ട്. നാളെ റിസൾട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും എൻട്രൻസിൽ ആദ്യത്തെ 100-ൽ ആദ്യത്തെ 10-ൽ കിടക്കും, ഉറപ്പാണ്. അങ്ങനെ സംഭവിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് അമിതമായിട്ടുള്ള ശ്രദ്ധയാണ്. അങ്ങനത്തെ കോമള വാക്കുകളിൽ നമ്മൾ വീണ് കഴിഞ്ഞ് അത് മാത്രം വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ മൂഢന്മാർന്ന് കളിയാക്കിയത്. കാരണം അപ്പം നമ്മൾ ചെറുപ്പം മുതലേ അക്ഷരം പഠിക്കുമ്പോൾ തന്നെ, LKG മുതൽക്ക് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഈ അക്ഷരം പഠിക്കുന്നു, പിന്നെ കൂട്ടി വായിക്കാൻ പഠിക്കുന്നു, വേർഡ്സ് പഠിക്കുന്നു, പിന്നെ സെൻറ്റൻസസ് പഠിക്കുന്നു. അത് കഴിഞ്ഞാൽ ബുക്ക് റീഡിംഗ് ആയി, പിന്നെ കുറച്ചും കൂടെ ലെവൽ മാറി കഥകൾ, കവിതകൾ, ലേഖനങ്ങൾ, ഗദ്യം അങ്ങനെ വരും. അങ്ങനെ പഠിച്ച് അവസാനം നമ്മുടെ ഉദ്ദേശം എന്താണ്? നല്ലൊരു ജോലി കിട്ടണമെന്ന്. അത് പിന്നെ വേണ്ടേ? ഇപ്പോൾ ഇതൊന്നും വേണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. പിന്നെ എന്താണ് ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്? അപ്പോൾ ഇതൊന്നും വേണ്ടേ? വേണം, എല്ലാം വേണം, പക്ഷേ അമിതമാവരുത് എന്ന് മാത്രമേ പറഞ്ഞു. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതല്ല കേട്ടോ, ഇതിൽ പറയുന്നതാണ്. അല്ല, എൻ്റെയും ഒരു ചെറിയ ചിന്താഗതി അങ്ങനെ തന്നെയാണ്, സത്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമിതമായിട്ട് അങ്ങോട്ട് ഇന്ന് ഞാൻ പോയില്ല അമ്പലത്തിൽ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പറ്റിയില്ല ആ വഴിപാട് കഴിക്കാൻ വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കും, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അതേപോലെ അമിതമായിട്ട് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും മനസ്സമാധാനം ഉണ്ടാവില്ല. സാധാരണ മനുഷ്യന്മാർ എത്രയോ ഭേദമായിരിക്കും, നിരീശ്വരവാദികൾ അതിനേക്കാൾ ഭേദമാണ്. കാരണം അവർക്ക് ചിന്തയില്ലല്ലോ, ഒന്നിനെ പറ്റിയിട്ടും ചിന്തിക്കുന്നില്ല. അപ്പോൾ അവരുടെ മനസ്സൊക്കെ കുറച്ചും കൂടെ ടെൻഷൻ ഫ്രീ ആയിരിക്കും. നമുക്ക് ടെൻഷൻ കൂടിക്കൂടി വരും. എന്താ എപ്പോഴും
ഇതാണ് ചിന്തിക്കുന്നത്, അയ്യോ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, രാമായണം കർക്കിടക മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റിയില്ല, അപ്പോൾ എനിക്ക് എന്തോ നാളെ സംഭവിക്കും. അങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഇങ്ങനെ നമ്മുടെ തലയിൽ കയറ്റി വയ്ക്കുകയാണ് നമ്മൾ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയാണ് ഇവിടെ കളിയാക്കുന്നത്. അവർക്ക് ഒരു കാര്യത്തിലും നിശ്ചയദാർഢ്യമുള്ള ബുദ്ധി ഉണ്ടാവില്ല എന്ന്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും മനസ്സിനെ ഏകാഗ്രമാക്കാനോ അല്ലെങ്കിൽ മനസ്സിൻ്റെ വികാസമോ സംഭവിക്കുന്നില്ല. അവർ ആത്മീയ പുരോഗതിക്ക് എല്ലാ ചടങ്ങുകളും മതപരമായ ചടങ്ങുകളാണത്. മതപരമായ ചടങ്ങുകൾ അത്യാവശ്യത്തിന് വേണം, വേണ്ടാന്നല്ല, അത് അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്വർഗം പ്രാപിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നാളെ തന്നെ സ്വർഗത്തിലെത്തുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു വിഡ്ഢിത്തരാണ്. ധ്യാനം ചെയ്യുന്നത് എന്തിനാണ്? ആത്മസാക്ഷാത്കാരം ലഭിക്കാനാണ്. അപ്പോൾ ഈ കർമാനുഷ്ഠാനം മാത്രം ലക്ഷ്യമാക്കിയിട്ട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കാതെ നമ്മളുടെ ഈ സംസാര സാഗരത്തിൽ ഭ്രമിക്കുന്ന ആൾക്കാരെ ശ്രീകൃഷ്ണൻ അവിടെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ ഒരു നിശ്ചയദാർഢ്യം വെച്ചിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാം, നമുക്ക് ഈ പറഞ്ഞ സ്വർഗപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിശ്ചയദാർഢ്യമായിട്ടുള്ള ബുദ്ധി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത്. ജീവിതത്തിലെ സുഖങ്ങൾക്കോ ദുഃഖങ്ങൾക്കോ വേണ്ടിയല്ല നമ്മളിതൊന്നും ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താൽക്കാലികമായിട്ടുള്ള നാളത്തെ ആവശ്യം എന്താണ്? എൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കണം, ഞാൻ ഇന്നൊരു തേങ്ങ ഉടച്ചിട്ടുണ്ട് ഗണപതിക്ക്, അപ്പോൾ നാളെ അത് ശരിയാവാം, ആവില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഉടച്ചത് കൊണ്ട് മാത്രം ശരിയാവണമെന്നുമില്ല. ശരിയാവാം. നമ്മളുടെ ഉറച്ച ഭക്തിയാണെങ്കിൽ കുഴപ്പമില്ല, എന്ത് മതപരമായ ചടങ്ങും ചെയ്യാം. വളരെയധികം അതിലേക്ക് അങ്ങോട്ട് ആഴ്ന്ന് ഇറങ്ങിയിട്ട് മറ്റുള്ളതൊന്നും അല്ല എന്ന് ചിന്തിക്കുക. അതായത് എന്നും അമ്പലത്തിൽ പോകുന്ന ഒരാൾ, അമ്പലത്തിൽ പോകാത്തവരൊക്കെ മൂഢന്മാർ, ഞാനെന്നും പോകുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് അങ്ങനെ പറയുന്നുള്ളൂ. അല്ലാതെ ഈ ചടങ്ങുകളൊന്നും വേണ്ട എന്നല്ല, ഈ കാര്യങ്ങളെല്ലാം വേണം. പക്ഷേ എല്ലാം എന്ത് വേണം? ഈശ്വരോന്മുഖമായിട്ട്, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടല്ല, ഈശ്വരനിലേക്ക് അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്ത മാത്രമേ അവിടെ നിലനിൽക്കുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ഉന്നതിയിലേക്ക് എത്താനും പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ മുഴുവനും ശ്രദ്ധ കുറയും. ഇതിലേക്ക് ഓവറായിട്ട്, അതായത് വളരെ അമിതമായ ശ്രദ്ധ ഇതിലേക്ക് വരികയും ചെയ്യും. അവിടെ ക്രിയാവിശേഷ ബഹുലാം യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി തയാ അപഹൃത ചേതസാം എന്നാണ് പറയുന്നത്. അതായത് ചിലരുണ്ടല്ലോ, നമ്മൾക്കിങ്ങനെ ആകർഷണീയങ്ങളായിട്ടുള്ള വാക്കുകൾ തരും, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ഇങ്ങനെ ചെയ്താൽ മതി, എന്തായാലും ഫലിക്കും. പ്രത്യേകിച്ച് ഈ ജ്യോത്സ്യന്മാരെയൊക്കെ കാണാൻ പോയാൽ പ്രത്യേകിച്ചല്ലേ, അവർ അത് ചെയ്താൽ മതി കേട്ടോ, ഇത് ചെയ്താൽ മതി, പിന്നെ കൂടോത്രം എന്തൊക്കെയൊക്കെ ഉണ്ടല്ലോ, കുറേ മന്ത്രങ്ങളും അതെല്ലാം. അതിലെല്ലാം അലയുന്ന മനുഷ്യന്മാരുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ ദിവസേന തന്നെ ടി വിയിലൊക്കെ ശ്രദ്ധിക്കുന്നുമുണ്ട്, കേൾക്കുന്നുമുണ്ട്. അപ്പോൾ അവരുടെ ആകർഷണീയമായിട്ടുള്ള ഈ വാക്ക് കേട്ടിട്ട് പൂജ, യാഗം ഇതൊക്കെ ചെയ്യുമ്പോൾ അത് ഒരു പൂവ് മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു മരം പോലെയാണ്. അത് ആ വാക്കിലും കൊണ്ട് നമ്മൾ വീഴുകയാണ്, ആ ആകർഷണം കൊണ്ട് നമ്മൾ അതിലേക്ക് വീഴുകയാണ്. അപ്പോൾ നമ്മളും ചിന്തിക്കും, ശരിയാ, നാളെ ഒരിക്കൽ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയതാണ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങളോട് പറഞ്ഞത് ഒരു വലിയൊരു പൂജ നടത്തണം. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി നടത്താം, എന്താണ് ഏകദേശം ഒരു 50,000 അടുത്താവും. അങ്ങനെയുള്ളൊരു പൂജയാണ് ഇതിന് മാർഗം ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങോട്ട് പോന്നു. കാരണം എന്താ വെച്ചാൽ അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നടത്തുന്നവർക്ക് ഏകാഗ്രമായിട്ടുള്ള ബുദ്ധി ഒരിക്കലും കിട്ടില്ല. അതായത് നമ്മളിപ്പോൾ പ്രദക്ഷിണം ചെയ്യുകയാണ്, അറിയാണ്ട കാലൊന്ന് ആ ബലിക്കല്ലിൻ്റെ അവിടെ എവിടെയെങ്കിലും കുറേ ബലിക്കല്ലുകൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അതിലറിയാണ്ടൊന്ന് ചവിട്ടി കഴിഞ്ഞാൽ അപ്പം തൊട്ട് നിറുകയിൽ വയ്ക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ഇതുപോലെ ചെയ്തു കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ അവിടുത്തെ തിരുമേനി പറഞ്ഞു, ചവിട്ടി സാരമില്ല, പക്ഷേ അത് തൊട്ട് നിറുകയിൽ ഒട്ടും വയ്ക്കാൻ പാടില്ല. അതേപോലെ ഒരിക്കൽ ഞാൻ കേട്ടിരിക്കുന്നത്, നമ്മൾ വലിയൊരു ബലിക്കല്ലുണ്ടല്ലോ, ഇപ്പോൾ വില്ലാദ്രാജ ക്ഷേത്രത്തിലൊക്കെ ഉയർന്ന് നിൽക്കുന്ന എല്ലാവരും ആ ബലിക്കല്ല് തൊട്ട് ഇങ്ങനെ നമസ്കരിക്കുന്ന കാണാം.
അത് തുടരുത് അത്രേ. കാരണം ഭഗവാന്റെ ആ പോസിറ്റീവ് എനർജി, ഭഗവാനിൽ നിന്നുള്ള ശക്തി ആ വാതിൽ കൂടെ കടന്ന് ആ ബലിക്കല്ല്, ഏത് അമ്പലത്തിലായാലും ആ ബലിക്കല്ല് വരെയും എത്തുന്നുണ്ട്. അത്രയും ഭഗവാന്റെ സ്ഥലമാണ്. അതുകൊണ്ടാണ് നടയിൽ നേരെ നിന്നിട്ട്, കുറച്ച് ചെരിഞ്ഞാണ് രശ്മികൾ വരിക, അതുകൊണ്ട് പോസിറ്റീവ് എനർജി ചെരിഞ്ഞ് നിന്നേ നമ്മൾ തൊഴുള്ളൂ. അല്ലാണ്ട് നേരെ നടക്കിൽ ഭഗവാന്റെ വഴി മുടക്കിക്കൊണ്ട് ആരും നിൽക്കാൻ പാടില്ല. അപ്പോൾ അതേപോലെ ആ ബലിക്കല്ല് ചുറ്റുമ്പോൾ അതിനെ തൊട്ട് നെറുകയിൽ വെക്കേണ്ട ആവശ്യമില്ലയാണ്, അത് തൊടാൻ പാടില്ല, അതൊക്കെ ഭഗവാന്റെയാണ്. അപ്പോൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അത് തൊട്ട് തലയിൽ വെച്ച് തൊഴുന്നവരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കുറേ പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനതിന് ഇത് കേട്ടതിന് ശേഷം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ആ ബലിക്കല്ലൊന്ന് ചവിട്ടിപ്പോയാൽ ചവിട്ടി സമ്മതിച്ചു, പക്ഷേ അത് അയ്യോ അത് മഹാപാപമായല്ലോ, ഇനി ഭഗവാൻ എന്നെനിക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെ അമിതമായിട്ടുള്ള വിശ്വാസം ഉണ്ടല്ലോ, അത് നിർത്താമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഭഗവാനിലുള്ള വിശ്വാസം കൂട്ടണം എന്ന് തന്നെയാണല്ലോ നമ്മളെല്ലാ പദ്യങ്ങളിലും, നാരായണീയത്തിലായാലും ഭഗവത്ഗീതയിലായാലും എല്ലാം നമ്മൾ പറയണത്, എല്ലാം ഇന്നലെയും പറഞ്ഞു അല്ലേ, ആ ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്യേണ്ടത്. ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ചെയ്താൽ ഒരു കുഴപ്പമില്ല. സ്വധർമ്മം അനുഷ്ഠിക്കൽ തന്നെയാണ് നമ്മുടെ ജോലി. അപ്പം മനസ്സിന് നിശ്ചയദാർഢ്യം കൊടുത്ത് ഭഗവാനിലേക്ക് എത്താനുള്ള, അതായത് ഈ നമ്മുടെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എന്നാൽ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിരീശ്വരവാദികൾ പറയുന്ന മാതിരി. ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്തിട്ട് നമ്മുടെ മനസ്സിന് ഏകാഗ്രത കുറച്ച് കൂട്ടി കൊണ്ടുവന്ന് അവസാനം നമ്മൾ ഭഗവാൻ മാത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ. അല്ലാണ്ട് ഒരു വിഗ്രഹം പോലും ഇല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ ഒട്ടും കിട്ടാൻ പോകുന്നില്ല പ്രാർത്ഥിക്കുമ്പോഴൊന്നും. അതാണ് വിഗ്രഹത്തിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനെ അണിയിക്കുക, ചന്ദനം ചാർത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിലേക്കൊരു ആകർഷണം തോന്നും, കൂടുതൽ ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള വിഗ്രഹങ്ങൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അല്ലാണ്ട് വെറുതെ മനസ്സിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു രൂപം, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 44 വരെയുള്ള ശ്ലോകങ്ങൾ 3 ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം വായിക്കാം. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.